ഞാനും കിച്ചുവായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. കിച്ചുവിന് സുഖമില്ല. ഇത് ഇങ്ങനെയൊക്കെ തേച്ചുറക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് സുഖമില്ലായ്മയെന്ന് ആരും വിചാരിക്കണ്ട. കിച്ചുവിന് സുഖമില്ല. അപ്പം എന്താ പറയുക, അണിഞ്ഞൊരുങ്ങി കിച്ചു എന്ത് തന്നെയായാലും കുളിച്ച് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് കിച്ചുവിനെ കൊണ്ട് നമ്മൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. ഓക്കെ, ബസ്സിലാണേ പോണേ. ഞാനും കിച്ചും കൂടെ. മഴ ഇവിടെ എല്ലായിടവും വെള്ളം. ഇവിടെ കൂടെയാ, അവിടെ കൂടെ അല്ലേ പോവേണ്ടത്? മഴ ഇവിടെ ഓടയെല്ലാം, ഈ റോഡ് സൈഡിലുള്ള ഓടയുണ്ടല്ലോ, അതെല്ലാം അടച്ചു വെച്ച് അതിൽ നിന്ന് വെള്ളം നിറഞ്ഞ് റോഡിലൂടെ ആ വേസ്റ്റ് വെള്ളം നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മളെ കാലിലും ദേഹത്ത് വണ്ടി വരുമ്പോഴത്തേക്ക് ആ വണ്ടി വെള്ളം തെറിപ്പിച്ച് നമ്മളെ ദേഹത്തും ഒക്കെ ഈ റോഡ് സൈഡിലുള്ള ഓടകളൊക്കെ അടച്ചു വെച്ചേക്കുന്നതിലാണ് ഇങ്ങനെയൊക്കെ. എന്തുമാത്രം വേസ്റ്റ് എന്നറിയാമോ? ഈ മെഡിക്കൽ സ്റ്റോറിലെയും പിന്നെ അവിടെയുള്ളതും പിന്നെ ഈ ഹോസ്പിറ്റലിലുള്ളതും ഒക്കെ ഇതിലേ പോകണം. അങ്ങനെ നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായി കേട്ടാ. അയ്യോ, അവിടെ ഇറങ്ങി നടന്ന് മഴയത്ത് ഈ വെള്ളവും കൂടെ ആയപ്പോഴാണ് വൃത്തിയില്ലാത്ത വെള്ളം. ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. അങ്ങനെ ടോക്കൺ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും, മഴയൊക്കെ ആയതുകൊണ്ട്. മഴയത്താണല്ലോ രോഗങ്ങളൊക്കെ കൂടുതലും വരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. അല്ലെങ്കിൽ ഇവിടെ നീണ്ടു നിവർന്ന ക്യൂ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചു സർജൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സർജൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നതിന് വേണ്ടി ഡോക്ടറിനെ എന്തായാലും കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ജനറൽ മെഡിസിൻ എടുത്ത് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ വന്നിട്ട് ക്യൂവിൽ ഇങ്ങനെ ഇവിടെയും തിരക്കൊന്നുമില്ല കേട്ടോ ഡോക്ടറിനെ കാണുന്നിടത്തും. അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഇവിടെ വന്നിരുന്നേ. മഴയായാലും ഭയങ്കര ചൂടാണ് കേട്ടോ. എന്നിട്ട് കുറേ നേരം ഞാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങി. എനിക്ക് വലത് കാല് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. എന്നെക്കാളും പ്രായമുള്ള അപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്താണ് കാല് വേദനയെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അയ്യോ വയ്യേ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറി കുത്തിച്ചത്തിരിക്കുന്നത് കേട്ടോ. കിച്ചുവാണെങ്കിൽ ക്യൂവിനൊന്നും നിൽക്കാറില്ല, ഞാനാണ് നിൽക്കുന്നത്. പിന്നെയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഡോക്ടർമാരും സ്റ്റാഫുകളും ഒക്കെ ആണെങ്കിൽ നല്ല ഇത്തിരി കൂടെയൊക്കെ ഒരു നല്ല സ്നേഹവും പെരുമാറ്റത്തിലൊക്കെ നല്ല ഒരു മയവും ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ വെട്ടാൻ വരുന്ന പോത്ത് നിൽക്കില്ലേ, അതുപോലെയാണ് ഈ നിൽക്കുന്നത്. നമുക്കൊന്നും ചോദിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റത്തില്ല. ഡോക്ടർമാരായാലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നല്ല സ്നേഹം കേട്ടോ. പക്ഷേ എന്നെ നോക്കിയ ഡോക്ടറാണ്, എന്നെ മുമ്പ് ഞാൻ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഇരിക്കുന്നത്. എനിക്ക് ഡോക്ടർ മാസ്ക് വെച്ചിരുന്നെങ്കിലും എനിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നിട്ട് എനിക്ക് പിന്നും ഒരു ഡൗട്ട്, എന്നിട്ട് പേര് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കിച്ചുവിൻ്റെ പല്ല് ഇങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഇവിടെ കവിളിൽ കടിക്കും കേട്ടോ. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ആ പല്ലൊന്ന് രാവണമെന്ന് പറഞ്ഞ് അതിന് ദന്തൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കിച്ചു ആണെങ്കിൽ അവിടെ പോയി ദന്തൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ടോക്കൺ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അവിടത്തേക്കുള്ള ടോക്കൺ. അങ്ങനെ കിച്ചു പോയി ടോക്കൺ എടുത്തുകൊണ്ട് വന്നതാണ് പല്ല് രാവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണെങ്കിൽ പിന്നെ കടിക്കത്തില്ലല്ലോ ഇങ്ങനെ കവിളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ ഇരിക്കുവാണ്. ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് ബില്ലൊക്കെ അടച്ച് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ രാവാൻ വേണ്ടിയിട്ട് പല്ലിങ്ങനെ രാവാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കിച്ചുവും കൂടെ മൊബൈലും നോക്കി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ കിച്ചുവിൻ്റെ പല്ല് രാവാൻ വേണ്ടിയിട്ട് അവളെ അകത്ത് കയറ്റി കേട്ടോ. എന്നിട്ട് വെളിയിലിറങ്ങി എല്ലാം കഴിഞ്ഞു ആശുപത്രിയുടെ പുറത്തിറങ്ങി. മാസ്കൊക്കെ ഊരി ദൂരെ കളഞ്ഞു. അപ്പോൾ രക്ഷപ്പെട്ടു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കല്ലേ. അങ്ങനെ നമ്മൾ ഇതാ ആശുപത്രിയുടെ പുറത്തെത്തി. എല്ലാം കഴിഞ്ഞു. അയ്യോ അയ്യ.
പിന്നെ ഇവൾക്ക് ഇവിടെ വശങ്ങളിൽ കടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ വേദനയുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറാണെങ്കിൽ ഗുളികയ്ക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് ഗുളിക വാങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അകത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, എന്തോ നമുക്ക് വൈറ്റമിൻ അങ്ങനെ എന്തോ ഗുളികയാണ്. അപ്പോഴത്തേക്ക് കിച്ചു പറഞ്ഞു നമുക്കാണെങ്കിൽ ഇന്ന് വന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മഴയാണ്, മഴയായതുകൊണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. മഴ അതെത്ര? വേണ്ട, മഴയത്ത് പൊടിക്കൂല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഷോപ്പിൽ വന്നിരിക്കുവാണ്. റംബൂട്ടാൻ വാങ്ങി കേട്ടോ. റംബൂട്ടാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ തന്നപ്പോൾ സ്ത്രീ പറഞ്ഞു എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ വഴിയോര കച്ചവടക്കാരൊക്കെ അവർ നിത്യവൃത്തിക്ക് വഴിയില്ലാതെ വന്നിരുന്നു. അതിലും ഉണ്ട് കേട്ടോ ഭയങ്കര സാധനങ്ങൾ. ഇവിടെ എടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പിടിക്കുക. പിന്നെ നമ്മളെടുത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ഷോപ്പിൽ വന്നിട്ട് കിച്ചു ആണെങ്കിൽ കിച്ചുവിന് ഇവിടെ നമ്മളെ ബാങ്കിൽ പോകണമായിരുന്നേ. അപ്പോഴാണെങ്കിൽ അവൾ വന്നിട്ട് അവൾ ബാങ്കിൽ പോയി അവൾക്ക് ATM അതൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. ATM റെഡിയാക്കണം, ഗൂഗിൾ പേ ഒക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ബാങ്കിൽ പോയി വന്നിട്ട് അപ്പോൾ കിച്ചുവിന് പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ പല്ല് ഇവിടെ കടിയുള്ളൂ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പോയതാണ്. അവൾക്ക് വേദന. അപ്പോൾ കാണിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ പല്ല് രാവിയിട്ടുണ്ട്. അപ്പോൾ രാവിയിട്ട് വീണ്ടും കടി കൊള്ളുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അയ്യോ, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറയണതേ എനിക്കിഷ്ടമല്ല, ഹോസ്പിറ്റൽ കാണുന്നതേ എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഹോസ്പിറ്റൽ. പിന്നെ ഇന്ന് മഴയും കൂടെ ആയപ്പോഴത്തേക്കാണെങ്കിൽ പറയണ്ട, ഈ ഓടയൊക്കെ റോഡിൻ്റെ സൈഡിലുള്ള ഓവൊക്കെ അടച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഈ വെള്ളം അങ്ങോട്ട് ഈ ഓവിൽ ഇറങ്ങാതെ പിന്നെ അത് ക്ലീനും ഒന്നും ചെയ്യാതെ അവിടെയൊക്കെ നിറഞ്ഞ് ഇത് മെഡിക്കൽ സ്റ്റോറിലെ ഈ ലാബിലെയൊക്കെ അവിടുത്തെ വേസ്റ്റും ഒക്കെ കാണുമായിരിക്കും. ലാബിലെ വേസ്റ്റ് കാണും, പിന്നെ കടകളിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റൊക്കെ ഇല്ലേ ഈ ഓടയിലൊക്കെ കാണും. അപ്പോൾ ഈ വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്ക്, മഴ പെയ്ത് വെള്ളവും കൂടെ ആയപ്പോഴത്തേക്ക് അതൊക്കെ നിറഞ്ഞ് ഈ റോഡിലൊക്കെ കയറി, അതൊക്കെ അടഞ്ഞിരുന്ന് റോഡിലൊക്കെ കയറി വണ്ടി പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഈ നടന്നു പോകുന്ന ആൾക്കാരുടെ ദേഹം മൊത്തം ഈ വൃത്തിയില്ലാത്ത വെള്ളം തെറിച്ച് കയറും കേട്ടോ. ഈ ഓടയൊക്കെ, ഈ റോഡ് സൈഡിലുള്ള ഓടയൊക്കെ ഒന്ന് തുറന്നിരുന്നെങ്കിൽ മതിയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വൃത്തിയില്ലാതെ കിടക്കുവാണ്. എന്തെല്ലാം രോഗങ്ങൾ ഈ ആൾക്കാർ നടന്നു പോകുമ്പോൾ ഈ വണ്ടി ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, വൃത്തിയില്ലാത്ത വെള്ളം തെറിച്ച് കയറുമ്പോഴത്തേക്ക് എന്തെല്ലാം രോഗങ്ങൾ വരുമെന്നറിയാവോ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് ആരെങ്കിലും പിന്നെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊന്ന് ക്ലീൻ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. മൊത്തത്തിൽ വൃത്തിയില്ലാതെ കിടക്കുവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലും ഇഷ്ടമല്ല, എനിക്ക് ഈ മഴ പെയ്യുമ്പോൾ റോഡിൽ കൂടെ പോകുന്നതും ഇഷ്ടമല്ല. അങ്ങനെ എന്ത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.